നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇന്നും ഇന്നലെയുമായി ലോക്സഭയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലിൻ്റെ അവതരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ബില്ല് ഉദ്ദേശിക്കുന്നത് നീറ്റ് പരീക്ഷ പോലുള്ള പൊതുപരീക്ഷാ സംവിധാനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമങ്ങളോ കള്ളത്തരങ്ങളോ നടന്നാൽ അവയെ പ്രതി കഠിനമായ ശിക്ഷാ നിയമങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ ബില്ലിൻ്റെ പ്രധാന ഉദ്ദേശം. ഏതെങ്കിലും തരത്തിൽ പൊതുപരീക്ഷ, നീറ്റ് ഉൾപ്പെടെയുള്ള പൊതുപരീക്ഷ സംബന്ധിയായി പേപ്പർ ചോർച്ചയിൽ ഏതെങ്കിലും പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് 10 വർഷം വരെ തടവും 50 ലക്ഷം രൂപ പിഴയും അവരുടെ മേൽ ചുമത്തുവാനുള്ള നിയമനിർമ്മാണമായിരുന്നു ലോക്സഭയിൽ നടന്നിരുന്നത്. അത് സംബന്ധിച്ചുള്ള ചർച്ചകളായിരുന്നു ഈ കഴിഞ്ഞ 2 ദിവസം ഇന്നേക്ക് 5 മണി വരെ നടന്നിരുന്നത് ലോക്സഭയിൽ. അതിനുശേഷം ആ ബില്ല് പാസ്സായി. പക്ഷേ ഈ ബില്ല് പാസ്സാകുന്നതിന് മുൻപ് ചർച്ചകളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടന്നപ്പോൾ കോൺഗ്രസ്, ഇന്ത്യ മുന്നണി എന്ന് പറയാം, പക്ഷേ പ്രധാനമായും കോൺഗ്രസ്, ഈ ബില്ലിനെ പ്രത്യക്ഷത്തിൽ അവർക്ക് എതിർക്കുവാൻ സാധിക്കില്ല. കാരണം അങ്ങനെ അവർ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അവരുടെ യഥാർത്ഥ ഉദ്ദേശം, രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് രാജ്യത്തെ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും കൃത്യമായി മനസ്സിലാകുമെന്ന തിരിച്ചറിവോടുകൂടി ഈ ബില്ലിനെ ഞങ്ങൾ എതിർക്കുന്നില്ല എന്നുള്ള ഭാവത്തിൽ, ഈ ചർച്ച ഞങ്ങൾ അനുവദിക്കാം, സഭ തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ള ഭാവത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദില്ലിയിൽ അരങ്ങേറിയ പാറ്റ സമരം എന്ന സമരാഭാസത്തിൻ്റെ കാര്യങ്ങൾ എടുത്തുകൊണ്ടുവന്ന് സഭയിൽ ബഹളമുണ്ടാക്കുകയും കൃത്യമായിട്ട് തന്നെ നുണകളാണെന്ന് വ്യക്തമാകുന്ന പല നുണകളും ഉന്നയിച്ച്, അത് ഒരാൾ മാത്രമല്ല, ഇന്നലെ പ്രിയങ്ക ഗാന്ധി ആയിരുന്നെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധിക്കായിരുന്നു ആ നുണകൾ സഭയിൽ അവതരിപ്പിക്കുന്നതിൻ്റെ ചുമതല. അവർ തന്നെ സ്വയം ആ നുണകൾ അവതരിപ്പിക്കാനുള്ള ചുമതലകൾ ഏറ്റെടുക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ നുണകളെന്നുള്ളത് ഈ പരീക്ഷ, നിങ്ങൾ ഈ ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇത്തരത്തിൽ ഈ പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോരുന്നതിൻ്റെ ഒരു പഴുതുകൾ നിങ്ങൾക്ക് അടയ്ക്കുവാൻ സാധിക്കില്ല. പിന്നെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയായി നിയമിച്ചിരിക്കുന്ന വ്യക്തി ബിൽക്കിസ് ബാനുവിൻ്റെ ബലാത്സംഗം ചെയ്ത പ്രതികളെ അഭിനന്ദിച്ചവരാണ്, അവരെ വെറുതെ വിട്ടതിനെ അനുമോദിച്ചയാളാണ്, തുടങ്ങിയ പല നുണകൾ പ്രിയങ്ക ഗാന്ധി ഇന്നലെ സഭയിൽ പറഞ്ഞു. കൃത്യമായിട്ട് അനുരാഗ് ഠാക്കൂർ ആകട്ടെ, ബാസുരി സ്വരാജ് ആകട്ടെ, BJPയുടെ ഭാഗത്ത് നിന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ഓരോ നുണകളുമായി ഇന്നലെ പൊളിച്ചടുക്കിയിരുന്നു. അനുരാഗ് ഠാക്കൂറും ബാസുരി സ്വരാജ് കൃത്യമായിട്ട് സുഷമ സ്വരാജിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ തന്നെ സൗമ്യമായി എന്നാൽ കൃത്യതയോടുകൂടി കുറുക്കി കൊള്ളുന്ന തരത്തിൽ കണക്കുകൾ നിരത്തിയാണ് മറുപടി പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയത്. പ്രിയങ്ക ഗാന്ധിയുടെ മാതാവായ സോണിയാഗാന്ധി നിയന്ത്രിച്ചിരുന്ന UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ചോദ്യപേപ്പർ ചോർച്ചകൾ എണ്ണി പറഞ്ഞ് അതിനെതിരെ യാതൊരു നിയമ നടപടികളും സ്വീകരിക്കാതെ, അതിനെതിരെ ഏതെങ്കിലും സർക്കാർ, BJP സർക്കാരോ മറ്റോ നിയമ നടപടികൾ സ്വീകരിക്കുവാൻ ശ്രമിച്ചാൽ അതിനെ തടഞ്ഞ് പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു മനോഭാവം പുലർത്തിയിരുന്ന സർക്കാരായിരുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ 10 വർഷങ്ങൾ ഭാരതം ഭരിച്ചിരുന്നതെന്ന് ബാസുരി സ്വരാജ് അക്കമിട്ട് കണക്കുകൾ നിരത്തി തന്നെ സഭയിൽ സ്ഥാപിച്ചു. അനുരാഗ് ഠാക്കൂറിൻ്റെ കാര്യം പറഞ്ഞാൽ, അനുരാഗ് ഠാക്കൂർ ഈ പ്രഹ്ലാദ് ജോഷി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞ കള്ളങ്ങളുടെ തെളിവുകൾ ചോദിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. പ്രഹ്ലാദ് ജോഷി ബിൽക്കിസ് ബാനുവിനെ ബലാത്സംഗം ചെയ്തവരെ എപ്പോഴാണ് അഭിനന്ദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവരെ വെറുതെ വിട്ടതിനെ എപ്പോഴാണ് അദ്ദേഹം സ്വീകാര്യമായൊരു നടപടിയാണെന്ന് അഭിനന്ദിച്ചിട്ടുള്ളത് എന്നുള്ള ചോദ്യങ്ങൾ, അതിന് തെളിവ് വേണം എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് ആകെ ഉണ്ടായിരുന്നു ഉത്തരം, പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. മലയാള മാധ്യമങ്ങൾ പറയുന്നത് പിന്നീട് രാഹുൽ ഗാന്ധി നേരിട്ട് സഭയിലെത്തി തെളിവുകൾ അങ്ങോട്ടേക്ക് വാരി വിതറിയപ്പോഴത്തേക്കും സ്പീക്കർ പേടിച്ചു പോയി. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ പരാമർശം സഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്തു എന്നുള്ള പച്ചക്കള്ളം പറഞ്ഞതുകൊണ്ടാണ്. കാരണം സ്പീക്കർ നിരന്തരമായി ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ പറഞ്ഞ നിങ്ങളുടെ പ്രസ്താവനയെ സാധൂകരിക്കുന്ന തെളിവുകളുണ്ടെങ്കിൽ സഭാധ്യക്ഷനായ എനിക്കത് സമർപ്പിക്കൂ, സഭാരേഖകളിൽ തന്നെ അതും ഉൾക്കൊള്ളിക്കാം. അങ്ങനെ ഉൾക്കൊള്ളിക്കാമായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം അവർക്ക് ഉന്നയിക്കാമായിരുന്നു. അത് ഉന്നയിച്ചിട്ടില്ല. മലയാള മാപ്രകൾ എങ്ങനെയാണ് ഈ വാർത്തകൾ വളച്ചൊടിക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണിത്. രാഹുൽ തീയാളി, പ്രിയങ്ക തക്കാളിക്കറി ഉണ്ടാക്കി എന്ന് തുടങ്ങിയ നെടുങ്കൻ വാചകങ്ങൾ അച്ചടിക്കുന്ന, അല്ലെങ്കിൽ വാചകങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ വിളമ്പുന്ന അവതാരകരുടെ യാഥാർത്ഥ്യം പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കണം. കാരണം ഈ ചർച്ചകളുടെ എല്ലാ ഭാഗങ്ങളും സൻസദ് TVയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. എല്ലാ മാധ്യമങ്ങൾക്കും അവിടെ നിന്ന് മാത്രമേ ഇതിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമാവുകയുള്ളൂ. അതിൻ്റെ തർജ്ജിമ എന്നുള്ളത് ഇന്നത്തെ കാലത്ത് യാതൊരു പ്രയാസവുമുള്ള കാര്യമല്ല. പക്ഷേ വളച്ചൊടിക്കുന്ന വാർത്തകൾ വളച്ചൊടിക്കുന്ന ഒരു രീതി അവർക്ക് പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക്, അല്ലെങ്കിൽ അവർക്ക് എതിർപ്പുള്ളവ BJPക്കും നരേന്ദ്രമോദിക്കുമെതിരെ ഉപയോഗിക്കാൻ തക്ക രീതിയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഹീറോയിനുമായി ഉയർത്തിക്കാട്ടാൻ വേണ്ടി എന്ത് വളച്ചൊടിക്കലുകളും അവർ നടത്തും. അതിൻ്റെ ഒരു ഏറ്റവും പുതിയ തെളിവ് മാത്രമായി അതിനെ കണ്ടാൽ മതി. സഭയിലേക്ക് തിരിച്ചു വന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ നുണകൾ ഇന്നലെ തന്നെ പൊളിഞ്ഞിരുന്നു. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ നുണകൾ ഒരല്പം കൂടി ഗുരുതര സ്വഭാവമുള്ളതായിരുന്നു. അതിലാദ്യത്തേത്, അദ്ദേഹം രാജ്യത്തെ വിദ്യാർത്ഥികളെയാണോ
ബി ജെ പിക്കാരെയാണോ പ്രധാനമന്ത്രിയാണോ സ്വയമാണോ എന്നറിയാത്ത രീതിയിൽ ഇഡിയറ്റ് എന്നുള്ള അനാഗരികമായിട്ടുള്ള പദപ്രയോഗത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിച്ചത് തന്നെ. ബി ജെ പിയുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് ആ ഭാഗങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു അടിസ്ഥാന മാന്യത പോലും കാണിക്കാതെ സഭയിൽ എതിരാളിയാണെങ്കിൽ പോലും കള്ളം പറഞ്ഞു എന്ന് പറയുവാൻ പാടില്ല. അത്ര കൃത്യമായിരിക്കണം സഭയിലെ പദപ്രയോഗങ്ങൾ. അത് ലോക്സഭയിലായാലും രാജ്യസഭയിലായാലും നിയമസഭയിലായാലും അത് മാർഗനിർദ്ദേശങ്ങളിലുള്ളതാണ്. സഭയിൽ എങ്ങനെ പെരുമാറ്റച്ചട്ടങ്ങളിലുള്ളതാണ്. കള്ളം പറഞ്ഞു എന്ന് ഇപ്പോൾ ഞാൻ ഒരു പാർട്ടിയിലെ അംഗമാണ്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം കള്ളം പറഞ്ഞു എങ്കിൽ എൻ്റെ എതിരാളിക്ക് എഴുന്നേറ്റ് ഇയാൾ പറഞ്ഞത് കള്ളമാണ് എന്ന് പറയുവാനുള്ള അധികാരമില്ല. പറയേണ്ടത് വാസ്തവവിരുദ്ധമായ കാര്യമാണ് ഇയാൾ പറയേണ്ടത്. അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ മാത്രമേ പാടുള്ളൂ എന്നുള്ള നിയമങ്ങളുള്ള സഭയിലാണ് സഭയുടെ പ്രതിപക്ഷ നേതാവ് തന്നെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളുമായി ഒരു തെരുവിലെ ഒരു സ്ട്രീറ്റ് അർച്ചിൻ എന്നൊക്കെ പറയുമല്ലോ, ഒരു തെരുവിലെ തെമ്മാടിയുടെ ഭാഷ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ സഭയ്ക്കുള്ളിൽ പെരുമാറിയത്. പിന്നീട് അദ്ദേഹം പറയും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പോക്കറ്റിൽ കൈയിട്ട് ഇടയ്ക്കിടയ്ക്ക് തുണ്ട് പേപ്പറുകൾ നോക്കിയും ഇടയ്ക്കിടെ പ്രിയങ്കാ ഗാന്ധിയും മറ്റേ കെ സി വേണുഗോപാലിനെ പോലുള്ളവർ ചെവിയിൽ വന്ന് മന്ത്രിച്ചുമാണ് ഈ പ്രസംഗം എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചെടുക്കുന്നത്. അതിനിടയിലിടെ ഒരു 10 തവണ എൻ്റെ മൈക്ക് ഓഫ് ചെയ്തു എന്ന് മേലിലോട്ട് നോക്കി പറയും. ഈ പ്രൈസ് ദ ലോഡ് എന്നൊക്കെ വിളിക്കുന്ന പോലെ. സ്പീക്കർ അവിടെ നിന്നൊരു ചിരിയോടെ ബഹുമാനപ്പെട്ട ഓം ബിർള പറയും താഴേക്ക് നോക്കൂ, മൈക്ക് ഓൺ തന്നെയാണ്. ഓണാണല്ലേ, എന്നാൽ തുടങ്ങാം. എല്ലാവർക്കും കേൾക്കാം ഈ പറയുന്നത്. മൈക്കിലൂടെ അല്ലാതെ ഈ പറയുന്ന പോലെ തൊണ്ടയ്ക്കകത്ത് മെഗാഫോൺ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി പ്രത്യേകമായിട്ട് പട്ടായയിൽ വല്ലതും പോയി ഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മറ്റൊരു നുണയല്ല, നുണകളുടെ ഒരു പരമ്പര അമിത്ഷായെ സംബന്ധിച്ചായിരുന്നു. രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ സംബന്ധിച്ചായിരുന്നു. അതിലാദ്യത്തേത് അമിത്ഷായ്ക്ക് സഭയിൽ വരാൻ ഭയമാണ് എന്നുള്ളതാണ്. ഭയം എന്നുള്ളത് അതിന് ഈ സഭ നടപടികൾക്ക് ശേഷം ബി ജെ പിയുടെ മാധ്യമ സമ്മേളനത്തിൽ ബി ജെ പി വക്താവ് സംബിത് പത്ര വ്യക്തമായൊരു മറുപടി നൽകിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ കണ്ടുമുട്ടടിച്ചിരുന്ന മാവോയിസ്റ്റുകളെ ഒരു നരേന്ദ്രമോദിയുടെ ആശീർവാദത്തോടുകൂടി രാജ്യത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ ഒരുമ്പിട്ടിറങ്ങി ആ ദൗത്യത്തിൽ വിജയിച്ച അമിത്ഷായ്ക്കാണ് ഭയമുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറയുന്നത്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് നിങ്ങൾ തന്നെ ഊഹിച്ചാൽ മതി എന്നാണ് സംബിത് പത്ര മാധ്യമങ്ങളോട് പറഞ്ഞത്. രണ്ടാമത്തൊരു നുണ രാഹുൽ ഗാന്ധി പറഞ്ഞത് അമിത്ഷാ ഭാരതത്തിലില്ല, വിദേശയാത്രയ്ക്ക് പോയിരിക്കുകയാണെന്നുള്ളത്. ഈ ചർച്ചകൾക്കെല്ലാം ബില്ല് പാസ്സായതിനു ശേഷം ബില്ല് പാസ്സാക്കി എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. തത്വമൈ ന്യൂസ് തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ ആ വാർത്ത അവതരിപ്പിച്ചിരുന്നു. ബില്ല് പാസ്സായതിനു മുമ്പ് ചർച്ചകൾക്കൊടുവിൽ ചർച്ചകൾക്ക് മറുപടി നൽകിയതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിൻ്റെ ചുമതല കൂടി വഹിക്കുന്ന ജിതേന്ദ്ര സിംഗ് ആയിരുന്നു. ജിതേന്ദ്ര സിംഗ് ആണ് രാഹുൽ ഗാന്ധിയുമായിട്ട് ഈ 21-ാം തീയതി ലോക് കല്യാൺ മാർഗിന് മുൻപിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ പോയി കുത്തിയിരിപ്പ് നടത്തിയപ്പോൾ അനുരഞ്ജന ചർച്ച നടത്തുവാൻ പോയതും രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാന ലംഘനങ്ങളെല്ലാം നേരിട്ട് കേട്ടനുഭവിച്ച് സാക്ഷിയായ വ്യക്തി. ആ വ്യക്തി തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുത്തത്. രാഹുൽ ഗാന്ധിക്കും ഈ ചർച്ചകൾക്കുമെല്ലാം പൊതുവായിട്ടുള്ള മറുപടിയും നൽകിയത്. അദ്ദേഹത്തിൻ്റെ മറുപടി രാഹുൽ ഗാന്ധിയിൽ മാത്രം ഒതുക്കിയില്ല, പ്രിയങ്കാ ഗാന്ധിയിലേക്കും അദ്ദേഹം കടന്നു ചെന്നു. പ്രിയങ്കാ ഗാന്ധിയുടെ നുണകൾക്കും അദ്ദേഹം മറുപടി കൊടുത്തു. രാഹുൽ ഗാന്ധിയുടെ നുണകൾക്ക് മറുപടിയായി അദ്ദേഹം ആദ്യം പറഞ്ഞത് ഒന്ന് ഈ പദപ്രയോഗത്തെക്കുറിച്ച് തന്നെയാണ്. ഇഡിയറ്റ് എന്നുള്ള അനാഗരികമായിട്ടുള്ള പദപ്രയോഗം ഒരിക്കലും ഒരു ലോക്സഭാ സാമാജികന് ചേർന്നതല്ല, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്. അതിനുള്ളൊരു വിവരം, അത് തിരിച്ചറിയാനുള്ളൊരു വിവരം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകേണ്ടതാണ്. ഉണ്ടോ എന്നറിയില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയും ബി ജെ പിയുടെ ആവശ്യപ്രകാരം അപേക്ഷപ്രകാരം രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു സഭയ്ക്ക് ചേരാത്ത തരത്തിലുള്ള പെരുമാറ്റവും ആ വാക്കുകളും സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. ഇന്നലെ പെങ്ങളുടെ നാക്കിനെല്ലില്ലാത്ത വർത്തമാനത്തിൻ്റെ രേഖകളെല്ലാം നീക്കം ചെയ്യപ്പെട്ടു. ഇന്ന് ആങ്ങളയുടെ നീക്കം ചെയ്യപ്പെട്ടു. അത്രയേ ഉള്ളൂ. രണ്ടിനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവരെ പലപ്പോഴും തോന്നാറുണ്ട് ഈ പിങ്കി പപ്പു എന്നുള്ള ട്രോളന്മാരുടെ വിളി പലപ്പോഴും പൊതുമണ്ഡലങ്ങളിൽ നാം ഉപയോഗിക്കാൻ പാടില്ല, അതത്ര ഒരു നാഗരികമായിട്ടുള്ളൊരു ശീലമല്ല, ഒരു രീതിയല്ല എന്ന്. പക്ഷേ അവർ തന്നെ ഓരോ ദിവസവും ഞങ്ങൾ ആ വിളികൾക്ക് അർഹരാണ് എന്ന് തെളിയിക്കുകയാണ്. രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞ പോലെ മേ പപ്പു ഹൂ മേ പപ്പു ഹൂ മേ പപ്പു ഹൂ എന്ന് ഓരോ നിമിഷവും അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാതെ തരമില്ല. ജിതേന്ദ്ര സിംഗിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ അമിത്ഷായെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞ നുണകളിൽ വിദേശയാത്രയ്ക്കാണ് പോയിരിക്കുന്നതെന്നുള്ളത് പറഞ്ഞതിൽ ജിതേന്ദ്ര സിംഗ് പറഞ്ഞത് അമിത്ഷാ ഒരിടത്തും പോയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ കാര്യാലയത്തിൽ തന്നെയുണ്ട്, സഭയിൽ വരേണ്ട സമയത്ത് അദ്ദേഹം വരികയും ചെയ്യും, അദ്ദേഹം വിദേശയാത്രകൾക്ക് ഇതുവരെ ഒരു രാജ്യത്തേക്ക് പോയിട്ടില്ല.
ഒരു പടി കൂടി കടന്നാണ് സംബിത് പത്ര മാധ്യമ സമ്മേളനത്തിൽ പ്രതികരിച്ചത്. അമിത്ഷായ്ക്ക് മറ്റേതെങ്കിലും രാജ്യത്ത് രഹസ്യമായിട്ട് പോയിട്ട് മറ്റെന്തെങ്കിലും ശീലങ്ങൾ പാലിച്ചിട്ട് അല്ലെങ്കിൽ ശീലങ്ങൾ ശീലിച്ചിട്ട് മടങ്ങി വരുന്ന, രഹസ്യമായി തന്നെ മടങ്ങി വരുന്നൊരു ശീലമില്ല. അദ്ദേഹം എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ അത് രാജ്യമറിഞ്ഞേ പോവുകയുള്ളൂ. അതിനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ട്. സംബിത് പത്രയാണ് പറഞ്ഞത്, ഈ മാവോയിസ്റ്റുകളെ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് തുനിഞ്ഞിറങ്ങി, നരേന്ദ്രമോദിയുടെ ആശീർവാദത്തോടെ തുനിഞ്ഞിറങ്ങി ആ ദൗത്യത്തിൽ വിജയിച്ച അമിത്ഷായ്ക്ക് ഭയമുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറയുന്നതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന് മാധ്യമ സുഹൃത്തുക്കൾ തന്നെ തീരുമാനിച്ചോളൂ. വളരെയധികം പരിഹാസദ്യോതകമായിട്ടുള്ള വാക്കുകളായിരുന്നു സംബിത് പത്രയുടേത്. പക്ഷേ ജിതേന്ദ്ര സിംഗിൻ്റേത് വളരെ മാന്യമായ ഭാഷയിൽ, എന്നാൽ നമ്മുടെ ഗ്രാമ്യമായ ഭാഷയിൽ പറഞ്ഞാൽ വലിച്ചു കീറി ഒട്ടിക്കുക എന്ന് പറഞ്ഞതായിരുന്നു. രാഹുൽ ഗാന്ധി അമിത്ഷായെ പ്രതി പറഞ്ഞ മറ്റൊരു നുണ അമിത്ഷായ്ക്ക് ഭയമാണെന്ന് തെളിയിക്കാനായിട്ട് അമിത്ഷായുടെ വാഹനവ്യൂഹത്തിൽ 30 വണ്ടികളുണ്ട് എന്നുള്ളതാണ്. ജിതേന്ദ്ര സിംഗ് പറഞ്ഞു, ഇന്ന് വരെ പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോ ഉള്ള രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റൊരാളും അമിത്ഷായുടെ വാഹനവ്യൂഹം കണ്ടിട്ടുള്ള ഒരാൾ പോലും അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹത്തിൽ 30 വണ്ടികൾ കണ്ടിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് വന്ന് എണ്ണമെടുക്കുവാനും അറിയാതെ ആയോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിഹാസപൂർവ്വമുള്ള ചോദ്യം. ഇനി പ്രിയങ്കാ ഗാന്ധിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ബാസുരി സ്വരാജും അനുരാഗ് ഠാക്കൂറും കൃത്യമായിട്ടുള്ള മറുപടി തന്നെ പ്രിയങ്കാ ഗാന്ധിക്ക് ഇന്നലെ നൽകിയിരുന്നു. പക്ഷേ ജിതേന്ദ്ര സിംഗും വെറുതെ വിട്ടില്ല. പ്രിയങ്കാ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു 180 മേളിൽ തവണ ചോദ്യപേപ്പർ ഈ സർക്കാരിൻ്റെ കാലത്ത് ചോർന്നിട്ടുണ്ട് എന്നാണ് പ്രിയങ്കാ ഗാന്ധി ആരോപിച്ചത്. പ്രിയങ്കാ ഗാന്ധി ആരോപിച്ചത് 180 മുകളിൽ ചോദ്യപേപ്പർ ചോർന്നു എന്ന് മാത്രമല്ല, 7500 കോടി വിദ്യാർത്ഥികൾ, 750 കോടി വിദ്യാർത്ഥികൾ ഇതിനാൽ ഈ ചോർച്ചകളാൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ആലോചിച്ച് നോക്കൂ, 180 മേൽ ചോദ്യപേപ്പറുകൾ ചോർച്ച, അത് നമുക്ക് വേണമെങ്കിലൊന്ന് വിശ്വസിക്കാം. അതിനും അപ്പുറത്തേക്ക് 750 കോടി വിദ്യാർത്ഥികൾ ഇതിന് വേണ്ടിയിട്ട് ഈ ചോദ്യപേപ്പറുകളുടെ ചോർച്ചയാൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. 750 കോടി വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ 7.5 ബില്യൺ. 7.5 ബില്യൺ എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ ആകെ ജനസംഖ്യ ഏതാണ്ട് 8 ബില്യണേ ഉള്ളൂ. ഭാരതത്തിൻ്റെ ജനസംഖ്യ 1.5 ബില്യൺ ഇപ്പോൾ കടന്നിട്ടേ ഉള്ളൂ. കൃത്യമായിട്ട് കണക്കറിയാത്തതോ അല്ലെങ്കിൽ നുണ പറയുവാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന വാക്കിനൊരു ആധികാരികത ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി കള്ളം പറയുന്നതോ മനഃപൂർവ്വം കള്ളം പറയുന്നതോ എന്താണെന്നറിയില്ല എന്നാണ് ജിതേന്ദ്ര സിംഗ് പറഞ്ഞത്. അത് നിങ്ങളുടെ തീരുമാനത്തിന് ഞാൻ വിടുന്നു എന്നുള്ള തരത്തിലാണ് അദ്ദേഹം ആ വിഷയത്തെ അഭിസംബോധന ചെയ്തത്. അപ്പോൾ ഈ 180 152 എൻ്റെ ഓർമ്മയിൽ വരുന്നത് 152 ആണെന്ന് തോന്നുന്നു. 152 152 180 അല്ല, 152 തവണ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടെന്നാണ് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞത്. 152ഉം 750 കോടി, 152 തവണ ചോദ്യപേപ്പർ ചോർന്നു, 750 കോടി വിദ്യാർത്ഥികൾ അതിനാൽ ബാധിക്കപ്പെട്ടു. ഇത്തരത്തിലുള്ള കള്ളങ്ങൾ പറയുന്ന പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ട്രോളന്മാരും വിമർശകരും പിങ്കി എന്നും പപ്പു എന്നും യഥാക്രമം വിളിക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ വിമർശകർ പറയുന്നത്. ആലോചിച്ച് നോക്കൂ, ഇത്തരത്തിലുള്ള നുണകൾ അവരെന്തിനാണ് പറയുന്നത്? 2 കാര്യങ്ങൾ കൊണ്ടാണ്. അതിൻ്റെ ഒരു വളരെ രസകരമായിട്ടുള്ളൊരു കഥ പോലെ ജിതേന്ദ്ര സിംഗ് തന്നെ ആ വിഷയം സഭയിൽ അവതരിപ്പിച്ചു. കാരണം രാഹുൽ ഗാന്ധി ജൂൺ 6 മുതൽ ഈ പാറ്റകളുടെ പ്രക്ഷോഭം ജന്തർ മന്ദറിൽ തുടങ്ങിയപ്പോൾ ഒരിക്കൽ പോലും അതിനെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. പിന്നെ ഇത് ഫോമോ, ഈ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നുള്ള ഭീതി കാരണമാണ് അദ്ദേഹം 21-ാം തീയതി ഓടിച്ചെന്ന് ഈ പ്രതിഷേധത്തിലേക്ക് കുതിച്ചു ചാടിയെന്ന് മാത്രമല്ല, ലോക് കല്യാൺ മാർക്ക് 7 അതിന് മുൻപിലുള്ള പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുൻപിൽ തന്നെ അദ്ദേഹം പോയി കുത്തിയിരുന്നത്. അദ്ദേഹം കുറേ കാലമായി ആ വസതിക്ക് അകത്തേക്ക് കടക്കുവാൻ ശ്രമിക്കുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ അതിന് അനുവദിക്കുന്നില്ല. അതിലുള്ള അമർഷവും നിരാശയും ഒക്കെയാണ് അദ്ദേഹത്തിനെ അതിന് പ്രേരിപ്പിച്ചതെന്നാണ് ജിതേന്ദ്ര സിംഗ് പറയുന്നത്. ഏതെങ്കിലും ഒരു തരത്തിൽ അതിൻ്റെ പരിസരത്തെങ്ങാനും പോയി ഒന്ന് കുത്തിയിരുന്നെങ്കിലും ആഗ്രഹപൂർത്തി വരുത്താമെന്ന് വിചാരിച്ചപ്പോൾ പോലീസുകാർ വന്ന് വളരെ അനുരഞ്ജനപൂർവ്വം അദ്ദേഹത്തോട് പറഞ്ഞ് ഇങ്ങനെ കുത്തിയിരിക്കാൻ പാടില്ല, മാറണം. അപ്പോൾ എന്നെ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. എടുത്തുകൊണ്ടുപോയി. ആദ്യമൊക്കെ വളരെ മാന്യമായിട്ട് തന്നെ, പോലീസുകാർക്ക് അതിന് താല്പര്യമില്ലായിരുന്നു, തൊടാൻ പോലും താല്പര്യമില്ലായിരുന്നു. പിന്നെ ഒടുവിൽ അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചല്ലേ പറ്റുള്ളൂ, അവരുടെ ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് തൂക്കിയെടുത്ത് കൊണ്ടുപോയി. ഇനി ജിതേന്ദ്ര സിംഗും സംബിത് പത്രയും പറയാത്തൊരു കാര്യം ഞാൻ പറയാം. അന്നത്തെ ദൃശ്യങ്ങളെല്ലാം തത്വമേ ന്യൂസ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിരുന്നതാണ്.
പാൻറ്റൊക്കെ നനയിച്ചാണ്. എങ്ങനെ നനഞ്ഞു എന്നറിയില്ല, ഉള്ളിലുള്ളതെല്ലാം പുറത്ത് വന്നതായിരിക്കും. അമർഷം പുറത്ത് വന്നതുപോലെ പോലീസുകാർ തൂക്കിയെടുത്തപ്പോൾ പേടിച്ച് പോയി കാണാം. കാരണം ബസ്സിലിരുന്ന പോലീസുകാർ വണ്ടിയിലേക്ക് കൊണ്ടിരുത്തിയപ്പോൾ ഒരല്പം തെല്ല് ഭയത്തോടെ, കണ്ണൊന്നും നേരെ നിൽക്കുന്നില്ല. കാരണം എന്തൊക്കെയോ സുഖചികിത്സ കഴിഞ്ഞിട്ട് തിരികെ എത്തിയതേ ഉള്ളൂ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. കണ്ണൊന്നും ഉറയ്ക്കാത്ത തരത്തിൽ കൂടെയുള്ളവരോട് ഇതെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, അതെവിടെയാണ്, വെർ ഇസ് ഇറ്റ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന സ്വരത്തിൽ നല്ല വിറയലും നമുക്ക് കാണാം. ഈ കാണിക്കുന്ന ധൈര്യം, പോക്കറ്റിൽ കൈയിട്ടുകൊണ്ടുള്ള ഈ നടപ്പ് കൃത്യമായിട്ട് അതിനുള്ള ഫലങ്ങൾ അനുഭവിക്കുന്ന നിമിഷം വരെയുള്ളൂ. കാരണം വളരെയധികം സുഖസൗകര്യങ്ങളിൽ ജീവിച്ച് അധികാരം തൻ്റെ ജന്മാവകാശമാണെന്ന് വിചാരിക്കുന്ന ഒരു തലമുറയാണ്, അല്ലെങ്കിൽ ഒരു രീതിയാണ് ഈ വ്യാജ ഗാന്ധി കുടുംബത്തിലെ യുവരാജാവിനും യുവറാണിക്കും ഉള്ളത്. അത് തന്നെയാണ് അവർ ഈ ലോക്സഭയിൽ കാണിക്കുന്നത്. എന്നാൽ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം മലയാള മാധ്യമങ്ങളുടെ കാര്യം വരുമ്പോഴാണ്. ഇവരുടെ ഈ മണ്ടത്തരങ്ങളും കള്ളത്തരങ്ങളും എല്ലാം എന്തോ വലിയ ധീരകൃത്യങ്ങളായിട്ടാണ് മലയാള മാധ്യമങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് വെട്ടിയെടുത്ത് കുറേ മാസ് ഷോ കാണിക്കാനായിട്ട്. മറുവശത്താണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാളയത്തിൽ നിന്നാണെങ്കിൽ ജോൺ ബ്രിട്ടാസ് 2 കോൺസ്റ്റബിളന്മാരോട് ഹിമ്മത്ത് കേസേ ഹുയി എന്നൊക്കെ ചോദിക്കുന്നത് വലിയ മാസമാണ്. 2 കോൺസ്റ്റബിൾമാർ ഡൽഹി പോലീസിൽ, അമിത്ഷായുടെ പോലീസിൻ്റെ ഒരു ഗതി എന്നാണ് പറഞ്ഞത്. അമിത്ഷായുടെ പോലീസ് ഒരു SSPയും ഒക്കെ ആയിട്ട് AKG സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നെങ്കിൽ എന്താകുമെന്നുള്ളത് ജോൺ ബ്രിട്ടാസിനും നല്ലതുപോലെ അറിയാം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഈ പാറ്റ സമരം എന്ന സമരാഭാസം ഡൽഹിയിൽ നടക്കുന്ന സമയത്ത് മുണ്ടും മടക്കി കുത്തി ജോൺ ബ്രിട്ടാസും എ റഹീമും അതിൻ്റെ പെരിഫറിയിൽ കൂടി ആ ജന്തർ മന്ദറിൻ്റെ ചുറ്റുമുള്ള ബാരക്കേഡുകൾക്ക് പുറത്ത് കറങ്ങി നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എപ്പോഴെങ്കിലും ഈ സംഘർഷ സ്ഥലത്തിന് മുന്നോട്ട് ചെന്ന് നിന്ന് ഇതിനെ തടയുവാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ വിദ്യാർത്ഥികളുടെയും പോലീസിൻ്റെയും സംഘർഷത്തിനിടയിൽ നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ജോൺ ബ്രിട്ടാസിനും അറിയാം, എ റഹീമിനും അറിയാം കൃത്യമായിട്ട് ഡൽഹി പോലീസിൻ്റെ മുമ്പിൽ ചെന്ന് പെട്ടാൽ എന്താകും സ്ഥിതി എന്നുള്ളത്. എ റഹീമിന് വ്യക്തിപരമായിട്ട് അനുഭവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ധൈര്യം കാണിച്ച മാസ് ജോൺ ബ്രിട്ടാസ്, RSSൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ 3-ാം നമ്പറുകാരനാണ് ഞാൻ എന്നൊക്കെ പറയുന്നത് ആഗ്രഹങ്ങളാണ്. കാരണം RSSൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ കടത്തുകൂടുക എന്ന് പറയുന്ന, RSSന് ഹിറ്റ് ലിസ്റ്റ് ഇല്ല എന്നുള്ളത് ഒരു വശം. കാരണം RSSന് രാഷ്ട്രീയ എതിരാളികളില്ല. സാംസ്കാരികമായിട്ടോ ബൗദ്ധികമായിട്ടോ RSSനോട് എതിര് നിൽക്കുവാനുള്ളൊരു യോഗ്യത ബ്രിട്ടാസിനുമില്ല. അപ്പോൾ പിന്നെ പ്രശ്നം ഇല്ലല്ലോ. കാരണം RSSൻ്റെ കാര്യം അത്രയാണ്, എന്നോട് സൗഹൃദം പുലർത്താൻ നിങ്ങൾക്കൊരു യോഗ്യതയും വേണ്ട, എൻ്റെ ശത്രുവാകാനുള്ള യോഗ്യത നീ ഒരു കാലത്തും ഉണ്ടാക്കുവാനും പോകുന്നില്ല എന്നുള്ള തരത്തിലാണ് ബ്രിട്ടാസിനെയൊക്കെ RSS കാണുന്നത്. അത് വിട്ടേക്കൂ, ബ്രിട്ടാസിൻ്റെ ആഗ്രഹം. അങ്ങനെയൊക്കെ പറഞ്ഞ് മാസ് കാണിക്കാൻ ശ്രമിക്കുന്ന ബ്രിട്ടാസ് ഒരു വശത്ത്, ഈ ബ്രിട്ടാസിൻ്റെയൊക്കെ ഒരു *10 അല്ലെങ്കിൽ *100 *1000 വേർഷനായിട്ടുള്ള രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിയും മറുവശത്ത്. ഇത്തരത്തിലുള്ള നുണയന്മാരെയും ഭാരതത്തിന് വേണ്ടാത്തവരെയും കൊണ്ടുവന്ന് തട്ടാനുള്ളൊരു ഡംപിങ് ഗ്രൗണ്ടാണോ, വിളപ്പിൽശാല അല്ലെങ്കിൽ ബ്രഹ്മപുരം പോലെ മാലിന്യങ്ങളെ കൊണ്ടുവന്ന് തട്ടാനുള്ള ഒരു സ്ഥലമാണോ കേരളം എന്നാണ് ഉത്തരേന്ത്യക്കാർ ഇപ്പോൾ ചോദിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യം, ഇതിലൊരാൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ MP ആണ്, സംസ്ഥാനത്തിലെ ഒരു നിയോജക മണ്ഡലത്തിലെ ലോക്സഭാ മണ്ഡലത്തിലെ MP ആണ്. ഒരാൾ മുൻപായിരുന്നു. കാരണം ഒരിടത്ത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കാലത്ത് കേരളത്തിലേക്ക് പലായനം ചെയ്തതാണ്. ഇവരെയൊക്കെ നമ്മളാണ് വീണ്ടും ജയിപ്പിച്ച് അങ്ങോട്ടേക്ക് വിട്ട് ഇവരുടെ രാഷ്ട്രീയ ഭാവി ഒന്ന് താങ്ങി പിടിച്ചത് എന്ന് പറയുമ്പോൾ, ഇവർ ഈ പറയുന്ന നുണകൾക്ക് കൂടി ഉള്ള ഉത്തരവാദിത്വം ഹരിശ്രീ അശോകൻ പറഞ്ഞ പോലെ ആടാ ഇനി അതും കൂടി ഞാൻ ഏൽക്കാമടാ എന്നുള്ള അവസ്ഥയിൽ നാം ഏൽക്കേണ്ട ഒരു അവസ്ഥയാണിത്. എന്തായാലും നുണകളുടെ ഭാണ്ഡങ്ങളെല്ലാം പൊളിഞ്ഞു. നീറ്റ് സംബന്ധിയായിട്ടുള്ള ബില്ല്, പരീക്ഷാ നടത്തിപ്പിൻ്റെ പുനർക്രമീകരണം എന്നല്ലൊരു പൊളിച്ചെഴുത്ത് തന്നെയാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി ലോക്സഭയിൽ നടന്ന് ഇന്ന് 5 മണിയോടുകൂടി പാസ്സായ ബില്ലിലൂടെ സംഭവിക്കാൻ പോകുന്നത്. ഇനി ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിയായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ കുറ്റവാളികൾക്ക് 10 വർഷം വരെ തടവും 50 ലക്ഷം രൂപ പിഴയും നിർദാക്ഷിണ്യമായ നടപടികളും ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ബില്ല് കൊണ്ടുവന്നതും പാസ്സാക്കിയെടുത്തതും BJP സർക്കാരാണ്. വെറുതെ എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടലിന് വേണ്ടിയിട്ട് ബില്ലുകൾ പാസ്സാക്കുന്ന സർക്കാരല്ലിത്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ, രാജ്യസഭയിൽ ഒരു ബില്ല് കൂടി പാസ്സായിട്ടുണ്ട് ഈ ബഹളത്തിൻ്റെയൊക്കെ ഇടയിൽ. അവിടെ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ അമിത്ഷാ എവിടെ എന്നൊക്കെ ചോദിച്ച് ബഹളമുണ്ടാക്കുന്നതിനിടയിൽ വന്ദേ ഭാരതത്തെ അപമാനിച്ചാൽ ഇനി കുഞ്ചിക്ക് തൂക്കിയെടുത്ത് 3 വർഷത്തേക്ക് അകത്തിടുവാനുള്ള ഒരു ബില്ലും കൂടി രാജ്യസഭയും കൂടി പാസ്സാക്കിയെടുത്തിട്ടുണ്ട്. ഇനി പ്രസിഡൻറ്റ് ഒപ്പിട്ടാൽ അത് നിയമമായി രാജ്യത്ത് നടപ്പാക്കപ്പെടും. അതുകൊണ്ട് തന്നെ സഖാക്കളോട് പറയുന്നു, നാളെ അവിടെ വന്ദേമാതരം പാടുമ്പോൾ വന്ദേമാതരം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കില്ല, അതിനെതിരെ ആക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയാൽ അകത്ത് പോകുന്ന വഴി അറിയില്ല. ED ആക്രമിച്ചതിന് കുറേ എണ്ണം ഇപ്പോൾ അകത്ത് കിടക്കുന്ന
അത് അറിയാമല്ലോ. DYFI തന്നെ അവരെ ഇന്ന് പരസ്യമായി തള്ളി പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ അംഗങ്ങളെ അവർ കാണിച്ചത് അസഭ്യമായ നടപടിയാണ്, ഒട്ടും ആശാസ്യകരമായിട്ടുള്ളൊരു പ്രവൃത്തിയല്ല, അതുകൊണ്ട് അകത്ത് കിടക്കട്ടെ എന്നുള്ള നിലയിൽ. കാരണം 60 ദിവസങ്ങളായി ജാമ്യം കിട്ടിയിട്ട് ഇപ്പോൾ എല്ലാം കൂടി കൂട്ടത്തോടെ ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി വിടണം എന്ന് പറഞ്ഞ്. പലർക്കും ഡയബറ്റീസും ഒക്കെ ഉള്ളതുകൊണ്ട് കാല് മുറിക്കണോ മറ്റെല്ലാം മുറിച്ച് കളയണോ എന്നുള്ള അവസ്ഥയിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇങ്ങനെയാണ് പോലീസ് നടപടികളെ പലയിടങ്ങളിലും വ്യത്യസ്തമായ രീതിയിൽ ഇവർ നേരിടുന്നത്. ഈ ഐഷി ഘോഷിനെ അന്വേഷിച്ച് ഡൽഹി പോലീസ് വന്ന വിഷയം രാജ്യസഭയിൽ ഉയർത്തപ്പെട്ടിരുന്നു. അതിൻ്റെ എല്ലാം ഇടയിലാണ് വന്ദേമാതരത്തിനെ അപമാനിക്കുന്നത്, കുറ്റകരമാക്കുന്ന അല്ലെങ്കിൽ അതിന് ശിക്ഷ കർശനമാക്കുന്ന ബില്ല് രാജ്യസഭയും അംഗീകരിച്ചത്. ഇനി അത് നിയമമായിട്ട് വരും. സന്ദർഭവശാലൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ലോക്സഭയായിരുന്നു നമ്മുടെ വിഷയം, എന്നാലും സന്ദർഭവശാലൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ, പപ്പു പിങ്കിയുടെ പ്രകടനങ്ങൾ, അല്ലെങ്കിൽ അവരെ പപ്പു പിങ്കി എന്ന് വിളിക്കുന്നതിൽ തെറ്റുണ്ടോ? അതും അവരുടെ ഭാഷാപ്രയോഗങ്ങൾ പോലെ അനാഗരികമായിട്ടുള്ളൊരു പ്രയോഗമാണോ? അപ്പോൾ അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. യോജിക്കുന്ന അഭിപ്രായങ്ങൾ തന്നെ വേണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധവുമില്ല. സഭ്യമായ ഭാഷയിലുള്ള എല്ലാ യോജിപ്പും വിയോജിപ്പുകളും ഞങ്ങൾ നിലനിർത്താറുണ്ട്. ഞങ്ങളൊരു കമൻറ്റും ഡിലീറ്റ് ചെയ്യാറില്ല. അതിന് സാധിക്കുന്ന തരത്തിൽ ഒന്നുകിൽ കമൻറ്റുകളിലൂടെ തന്നെ അല്ലെങ്കിൽ അടുത്ത വീഡിയോകളിലായി അതിന് മറുപടികളും നൽകാറുണ്ട്. അങ്ങനെയാണ് ഈ സംവാദങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ സംവാദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളുമായി പങ്കുവയ്ക്കാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.